പ്ലോട്ട് ആൻഡ് ഫോൾസ് അങ്ങനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് തിരികെയാണ്. അതെ, ഞാൻ ബിജോ. അപ്പം നമ്മളിന്നലെ ARM കണ്ടു. കുറച്ച് ലേറ്റ് ആയി പോയെന്നറിയാം, കാരണം ഞങ്ങൾ ചാനൽ തുടങ്ങി നമ്മൾ 1-ാം തീയതി പറഞ്ഞില്ല. എന്തായാലും കണ്ടു, അടിപൊളി പടമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ കിട്ടുന്ന പടം. ഞങ്ങൾ ARM റിലീസായ സമയത്ത് ശരിക്കും ഞങ്ങൾ കണ്ട സിനിമ കിഷ്കിന്ദകാന്തായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ARM കണ്ടുകൊണ്ടും ഞങ്ങൾ ഇന്ന് റിവ്യൂ അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടു ഞങ്ങൾക്കറിയാം. അതെ, പിന്നെ പടം മറ്റടിക്ക് വിടുകയാണെങ്കിൽ അടിപൊളി എന്തായാലും. നമ്മൾ കണ്ടത് PVR ലുലുവിലാണ് കണ്ടത്, ഓടി വണ്ടിയിലാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പടം എത്ര നാളായെങ്കിലും ഫുള്ളായിരുന്നു, ഓഡിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3D കണ്ടത്, പക്ഷെ അതിന് ആവശ്യമില്ലായിരുന്നു. 3D എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഉരുണ്ടിരിക്കുന്ന ഒരു ഫീൽ ആയിട്ട് ചെയ്തത്. എന്നാന്ന് വെച്ചാൽ പല്ലുവിനൊക്കെ വന്നിട്ട് ഫേസ് ഇങ്ങനെ വീർത്ത് വരുമല്ലോ. അല്ല, എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഞാൻ എന്നിട്ട് അത് ക്ലാസ്സിന് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ക്ലാസ് രണ്ടാമത് മാറ്റിയെടുത്തിട്ടും തന്നെ. അല്ല, നിങ്ങൾക്കറിയാലോ, കാരണം ഇത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ആയിരിക്കും ആ സമയത്ത് ഉണ്ടായിരുന്നു, സിനിമ ഇറങ്ങിയ സമയത്ത്. അതൊരു ഒരു ഒരു എന്താ പറയുക, ഫസ്റ്റ് നോക്കുമ്പോൾ അതൊരു അല്ല ശരിക്കും അതായത് 2Dയുടെ ആവശ്യമുള്ളൂ. കാരണം 2D കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ 3D വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു, വിഷ്വൽസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 3Dയിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ തോന്നി. സ്റ്റോറി വൈസ് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ പുതിയൊരു ഡയറക്ടറാണ് ജിതിൻലാൽ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് സിനിമ സംവിധാനം ചെയ്തത്. പിന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു 3 കാലഘട്ടത്തിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. അല്ല, ഇപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞ ക്യാരക്ടർ, യെസ്, നമ്മുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ച ക്യാരക്ടർ. അല്ല, പുള്ളിയുടെ മണിയൻ രണ്ടാമത്തെ കാലഘട്ടം കാണിക്കുന്നത് മണിയൻ എന്നുള്ള ക്യാരക്ടർ. അത് സ്ട്രോങ് ക്യാരക്ടർ ആയിരുന്നു. 3 അതിന്റെ ഒരു ഇതായിട്ട് ഇൻസിഡന്റ് ആയിട്ട് പറഞ്ഞതാണ്, സാമ്യമുണ്ട്. പിന്നെ മൂന്നാമത്തെ ക്യാരക്ടർ എല്ലാവർക്കും പറയാം അജയൻ. അതാണ് സിനിമയുടെ പേര്, അജയന്റെ 2ാം വർഷം. അതാണ് ARM 90s നടക്കുന്ന സ്റ്റോറിയാണ്. അപ്പം അജയന്റെ കഥ 1990s നടക്കുന്നതാണ്. അതിന് മുമ്പത്തെ കാലഘട്ടമാണ് കുഞ്ഞിക്കേളും അജയനും. അല്ല സോറി, കുഞ്ഞിക്കേളും മണിയനും. കുഞ്ഞിക്കേളുവിന്റെ ക്യാരക്ടറും അടിപൊളിയായിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ ഒരു എൻട്രി ആയാലും ഒരു മാസ് എൻട്രി ആയിരുന്നു കുഞ്ഞിക്കേളു. മണിയൻ 3 പേര്. പിന്നെ അജയനൊരു സാധാ നോർമൽ ഒരു പാവമായിട്ടുള്ള കഥാപാത്രമായിരുന്നു. ലാസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ഞങ്ങൾ ഫുള്ള് കഥയിലേക്ക് എടുക്കുന്നില്ല, കാരണം ഇനി OTT റിലീസ് ഉണ്ടല്ലോ. അതിനുവേണ്ടി കുറെ കാത്തിരിക്കും. എന്തായാലും മസ്റ്റ് വാച്ചാ, കാരണം തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. കാരണം അതിന്റെ വിഷ്വൽസ് ആയാലും അത് എടുത്തേക്കുന്ന രീതിയായാലും മാക്സിമം എല്ലാവരും 2D കാണാൻ ശ്രമിക്കുക. ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ, അത് കണ്ടെന്നല്ല, 2D കണ്ടാൽ മതിയായിരുന്നു. അതായത് 3D കണ്ടാലും മാക്സിമം എല്ലാവരും 2D കാണാൻ നോക്കുക. നല്ല അല്ല, എല്ലാവർക്കും ഒരു ഇതായിരിക്കണം. പിന്നെ പടം ടെക്നിക്കലി പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഈ 2Dയിൽ കണ്ടാൽ നമുക്കത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 3Dയിലുള്ള വിഷ്വൽസ് ഇല്ലെന്നല്ല, 2D കണ്ടാലും അതിന്റെ അതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെ. പിന്നെ കഥ ബേസ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ ചിയോതിക്കാവ്, ഹരിപുരം എന്ന് പറഞ്ഞ ഗ്രാമം ഇങ്ങനെ ചിയോതിക്കാവായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 കാലഘട്ടം. ആ ചിയോതിക്കാവ് എന്ന് പറഞ്ഞ ആ ഒരു വിളക്ക്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി. ആ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ല അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി. എന്തായാലും എല്ലാ സീൻസും എൻഗേജിങ് ആയിരുന്നു. നല്ല എൻഗേജിങ് ആയിട്ട്, ലാഗില്ല, ഒന്നുമില്ല. പിന്നെ സിനിമ റിട്ടൺ ബൈ ശ്രീജിത്ത് നമ്പ്യ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ VFX ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ജോൺ സിനിമാറ്റോഗ്രാഫി നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും സിനിമയ്ക്കും പറയാവുന്ന പോലെ നമ്മുടെ നറേഷൻ ചെയ്തിരിക്കുന്ന ലാലേട്ടനാണ്. അതൊരു എന്താ പറയുക, ഒരു ഗോഡ് പ്രസൻസ്, ആ ഒരു രീതിയിലാണ് ലാലേട്ടൻ സിനിമ തുടങ്ങുമ്പോഴല്ലേ എൻഡ് ചെയ്യുമ്പോഴായാലും. അത് നമുക്കറിയാലോ, ലാലേട്ടൻ്റെ ഒരു മുമ്പത്തെ എല്ലാം അറിയുന്നവന്. അതെ, പടം 30 കോടി ബഡ്ജറ്റിലാണ് സിനിമ ചെയ്തത്. അപ്പോൾ അതിൽ കൂടുതൽ കളക്ട് ചെയ്യുന്നുണ്ട് സിനിമ. പടം ഒരു 2 hour 30 minutes സിനിമയുടെ ഡ്യൂറേഷൻ. ഒരു സമയം നമുക്ക് ലാഗ് അടിക്കുന്നില്ല. പിന്നെ അതുപോലെ സംഭവമില്ല,
അതുപോലെ nice, എല്ലാം മ്യൂസിക് ചെയ്തിരിക്കുന്ന ദീപു ഞാൻ തോമസ് മ്യൂസിക് നല്ല എൻഗേജിങ് അല്ല, അത് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലതായിരുന്നു. നമുക്ക് കൂടുതൽ സിനിമയിൽ ഇൻവോൾവ് ചെയ്ത് സിനിമ നന്നായിട്ട് കാണാൻ പറ്റി. ലേറ്റ് ആയാലും കുഴപ്പമില്ല, അതുപോലെ ഇപ്പം മൂവി കാണാം. എന്താ പറയുക, ലേറ്റ് ആയാലും കാണാത്തവരെ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. ഇപ്പം നമ്മൾ കണ്ടില്ലായിരുന്നു മിസ്സായി ഒരു തിയേറ്റർ ഓഡിയോ ഒക്കെ ആണെങ്കിൽ അല്ലേ, നമ്മൾ കണ്ടില്ലായിരുന്നു നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാം. മിസ്സായി പോയി. നമ്മൾ OTT കണ്ടിട്ട് നമ്മൾ കാണാതിരിക്കുവാണെങ്കിൽ നമുക്ക് മിസ്സായി പോകും. OTT കാണുവാണെങ്കിൽ എല്ലാവരും സ്ക്രീൻ കേട്ടോ, നല്ല അതിൻ്റെ അതെ, വർത്താണ്. വർത്തായിട്ടുള്ള സിനിമയാണ്. നമ്മളിപ്പോൾ എല്ലാവരും പറയില്ല അതല്ലേ, ഇപ്പൊ കൊടുക്കുന്ന പൈസക്ക് വർത്താണെന്നല്ലേ എല്ലാവരും. അതുകൊണ്ടല്ല എല്ലാവരും റിവ്യൂസ് വായിച്ചിട്ട് തോന്നുന്നത്. ടെക്നിക്കലി നോക്കുവാണെങ്കിൽ അടിപൊളി പടം മൊത്തത്തില്. എല്ലാ പൈസ നോക്കുമ്പോഴും നല്ല. പിന്നെ മീഡിയയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളതല്ലാതെ അല്ല, പിന്നെ പറയേണ്ടത് ടോബിനോടെ പെർഫോമൻസ് 3 ക്യാരക്ടറായിട്ട് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് 3 ക്യാരക്ടർ ഡിഫറെന്റ് രീതിയിൽ മാനേജ് ചെയ്തു നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. നല്ല എഫോർട്ട് ഇട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അക്രമനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അജയനും മണിയനും എനിക്ക് ഇഷ്ടപ്പെട്ടു. അജയൻ കുറച്ച് സട്ടിലായിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം നീ പറഞ്ഞ മണിയൻ ഒരു എക്സെൻട്രിക് ക്യാരക്ടറാണ്. എക്സെൻട്രിക് കുറച്ച് എന്താ പറയാ, കുറച്ച് ഡെവിലിഷ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ആണ് പറയാം. അതെ, പുള്ളിയുടെ ഒരു എന്താ പറയാ, ഒരു സ്ട്രോങ് ഫിഗർ ആയിരുന്നു പുള്ളി. അതുപോലെ പുള്ളിയുടെ മണിയന്റെ പേരുള്ള സുരഭി ലക്ഷ്മി, അവര് തമ്മിലുള്ള അവർ രണ്ട് നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സാണ് സിനിമയിൽ. പിന്നെ അതുമല്ല ബാക്കി 2 കാലഘട്ടങ്ങളിലുള്ളവർ 2 ഹീറോയിൻസ് ആയാലും നല്ല സിങ്കായിട്ട് വർക്കൗട്ടായിട്ട് വന്നു. പിന്നെ പറയുന്നത് ബേസിൽ ജോസഫ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ഒരു പുള്ളി ശൈലി എന്ന് പറഞ്ഞാൽ പുള്ളി സ്ഥിരം ശൈലി തന്നെ, ഒരു കോമഡി, പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടുണ്ട് കോമഡിയൊക്കെ. പിന്നെ വരുന്നത് അജു വർഗീസിന്റെ അതെ. പിന്നെ സുദേവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് നിങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലായി. നിങ്ങളിപ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതെ, ഇപ്പോൾ പടം കണ്ടാൽ ഞാൻ എക്സ്പെക്ടേഷൻ വെച്ചാൽ പോയത്, പക്ഷെ എനിക്ക് എൻ്റെ കൂടുതൽ എക്സ്പെക്ടേഷൻ വെച്ച് പോയാലും കുഴപ്പമില്ല. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തല്ലോ, എക്സ്പെക്ടേഷൻ്റെ കൂടുതൽ കിട്ടി. അപ്പം അതാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാത്തത് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണുക. ഇപ്പോഴുണ്ട് 3D കാണുക, ഏതായാലും കാണുക. അപ്പോൾ ഈ ഒരു മുത്തശ്ശി കഥ പോലെയാണ് സിനിമ തുടങ്ങുന്നത്. ഒരു പഴയ ടൈപ്പാണെന്നല്ല, അല്ല അത് തന്നെ, ഒരു പഴയ കഥ, ഒരു പഴയ ഒരു അതന്നെ പഴയ കാലഘട്ടവും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കുറേ പഴയ സംഭവങ്ങളും ഈ ദൈവത്തിന് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല സ്റ്റോറിയാണ്. എന്തായാലും ഇത് ഡയറക്ടറിന്റെ ഫസ്റ്റ് ഫിലിമാണ്. അല്ല, നമുക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം ഇത് അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം വർത്ത് വാച്ചിങ്ങാണ്. പിന്നെ എല്ലാ രീതിയിലും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു പോയി കാണുക. ഒത്തിരി കാണാൻ വെയിറ്റ് ചെയ്യുന്നത് ഒത്തിരി കാണുക. മാക്സിമം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അല്ല, മാക്സിമം തിയേറ്ററിൽ പോയി കാണാത്തൊരു കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും താഴെ കമന്റ് ചെയ്യുക. അതെ, എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പടം. റേറ്റിംഗ് ഞാനൊരു 9 കൊടുക്കും. 3Dയുടെ ആ ഒരു പ്രശ്നം ചെറിയൊരു പ്രശ്നമുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണെങ്കിലും എന്താ പറയുക, സ്റ്റക്കർ പോലെയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യല്ലേ, അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ റിവ്യൂ ആയിട്ട് നാളെ അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ബൈ.